OnePlusന്റെ പുതിയ ഫോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. OnePlus 7T. OnePlus 7ന്റെ സക്സസറായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 7Tയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. OnePlus 7T വരുന്നത് 6.55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് HDR10+ൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ 19 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റ് ഫോണുകളിൽ നമുക്ക് പോപ്പ് സെൽഫി ക്യാമറയും അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് ക്യാമറയൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ ഇപ്പോഴും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ ഏത് വെർഷനാണ് എന്ന കാര്യം കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ക്രോമാറ്റിക് റീഡിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്കുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ തട്ടുമ്പോൾ ഒരു ഗ്രേഡിയൻ കളർ റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഫോൺ തന്നെയാണ് OnePlus 7T. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 855+ എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ ടൈപ്പത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണിത്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ നമുക്ക് 8 GB റാമാണ് ലഭിക്കുന്നത്. ഇതിൽ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒരു വെർഷനിൽ നമുക്ക് 128 GB ഇൻറ്റേണലും മറ്റൊരു വെർഷനിൽ നമുക്ക് 256 GB ഇൻറ്റേണലുമാണ് ലഭിക്കുന്നത്. പിന്നെ UFS 3.0 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ മികച്ചൊരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ അധികം ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫൈറ്റ് ഹീറ്റ് സിങ്ക് പൈപ്പ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഒരു ആപ്റ്റിക് മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വൈബ്രേഷൻ എഫക്റ്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഫിനാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം മോഡും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഓക്സിജൻ ഓയിൽ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്മാർട്ട് ആൽബം എന്നുള്ളൊരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസൊക്കെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കി ചില കാറ്റഗറി ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. പിന്നെ ഈ ഫോണിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ചില ആപ്ലിക്കേഷന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്യലുണ്ടാവുള്ളൂ. മറ്റ് ചില ആപ്ലിക്കേഷൻസ് ബാക്കി സമയത്തൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്നുള്ളതും മറ്റ് സമയത്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്നുള്ളതും. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വർക്ക് സെക്ഷനിലുള്ള ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റ് സമയങ്ങളിൽ ഈ ഒരു സെക്ഷനിലുള്ള ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുമില്ല. ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. സോണി IMX586ൻ്റെ സെൻസറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 117 ഡിഗ്രിയാണ്. പിന്നെ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. 2.5 സെൻറ്റിമീറ്റർ അടുത്തുള്ള ഒബ്ജക്റ്റ് വരെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൂപ്പർ സ്റ്റേബിൾ വീഡിയോ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് നല്ല സ്റ്റെബിലൈസേഷനുള്ള വീഡിയോസ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിലെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3800 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് 30 വാട്ടിൻ്റെ വ്രാപ്പ് ചാർജ് 13T ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 37,999 രൂപയും 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയുമാണ്. സെപ്റ്റംബർ 28 മുതൽ ആമസോൺ വഴിയും അതുപോലെ തന്നെ OnePlus.in വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് OnePlus 7T വരുന്നത്. പിന്നെ OnePlus 7 എന്നുള്ള ഫോണിന് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് OnePlus 7Tയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് OnePlus 7T.